ഡോക്ടർ കെ ജയപ്രസാദ്, നോക്കൂ, ഐക്യരാഷ്ട്രസഭ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടാകുമല്ലോ. ഒരു സുപ്രധാന യോഗം ഇപ്പോൾ ചേരുന്നുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ UN-ന്റെ തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണോ അമേരിക്കയുടേത്? അല്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെ നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ ഒരു സംഭവമേ അല്ല. കാരണം ഐക്യരാഷ്ട്ര സംഘടന ഗാസയിൽ ഇസ്രയേലും ഗാസയും തമ്മിലുള്ള പ്രശ്നത്തിലും അതുപോലെ ഉക്രൈൻ വിഷയത്തിലും ഈ വിഷയത്തിലുമൊക്കെ എടുക്കുന്ന നടപടികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ തിയറിറ്റിക്കലായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യവും അതിനകത്ത് വരുന്നില്ല. കാരണം വൻ ശക്തികൾ നയിക്കുന്ന ഒരു സൈനിക നീക്കത്തിനെതിരായിട്ടും ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. 1956 ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹംഗറിയിൽ റഷ്യ ഇടപെട്ടപ്പോഴും 68 ചെക്കോസ്ലോവാക്യയിൽ റഷ്യൻ ആർമി ഇതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ സമയത്തും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ വന്ന സമയത്തും അല്ലെങ്കിൽ ചൈന ടിബറ്റിനെ കൈയടക്കിയ സമയത്തുമൊക്കെ ഇതുതന്നെയായിരുന്നു അവസ്ഥ. അന്ന് ഇന്ത്യ എടുത്ത നിലപാട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് വിമർശിക്കുന്നവർ അന്ന് എന്താണ് നെഹ്റുവിൻ്റെ ഗവൺമെൻറ് എടുത്തത്? അന്നും ഒരക്ഷരം വേണ്ടിയിട്ടില്ലായിരുന്നു. അന്ന് ചൈനയ്ക്ക് പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത്. ഇന്ത്യ ഗവൺമെൻറ് ടിബറ്റിൻ്റെ കാര്യത്തിൽ ചൈനയ്ക്ക് പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഹംഗറിയുടെ വിഷയത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യ ന്യൂട്രാലിറ്റി പാലിച്ചു. 68-ലും റഷ്യക്കെതിരായി ന്യൂട്രാലിറ്റി പാലിച്ചു. അഫ്ഗാനിസ്ഥാൻ വിഷയത്തിലും ഇന്ത്യ ന്യൂട്രാലിറ്റി പാലിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അമേരിക്കയും അന്ന് 80-ലെ മോസ്കോ ഒളിമ്പിക്സ് ബഹിഷ്കരിച്ചപ്പോഴും നമ്മൾ അതിൽ പങ്കെടുത്തു. ആ തരത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യ എടുത്തിട്ടുള്ള സമീപനം തന്നെയാണ്. അതിനേക്കാളും കുറച്ചുകൂടി ശക്തമായ സമീപനമാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ രാജ്യം ഉത്കണ്ഠ രേഖപ്പെടുത്തുകയെങ്കിലും ചെയ്തു അമേരിക്കൻ നടപടിക്കെതിരായിട്ട്. മറ്റേത് അങ്ങനെ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാനവികതയും മനുഷ്യാവകാശവും ഒന്നും ഒരിക്കലും പാലിക്കപ്പെട്ടിട്ടില്ല. വിശേഷിച്ചും ഐക്യരാഷ്ട്രസഭയുടെ സംവിധാനം എന്ന് പറയുന്നത് 5 വൻ ശക്തികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുകയും മറ്റ് നിയമാവലികൾ ദരിദ്ര പിന്നോക്ക മൂന്നാം ലോക രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നതുമാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലൊരു ക്രമമുണ്ട് എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഈ പറയുന്ന തരത്തിൽ നമ്മൾ പലപ്പോഴും അവരവരുടെ പോളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നത്, വസ്തുതയുടെ അടിസ്ഥാനത്തിലല്ല. ഞാനതുകൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ അമേരിക്കയുടെ നിലപാടുകളെ നമുക്ക് ഒരുപാട് എതിർക്കാൻ കഴിയും, അതേസമയം റഷ്യയുടെ നിലപാടുകൾ നമുക്ക് എതിർക്കാം, അത് വേറൊരു കാര്യം. പക്ഷേ ഇവിടെ നമ്മൾ 26 വർഷമായി യാതന അനുഭവിക്കുന്ന ഒരു ജനസമൂഹമുണ്ട്. വളരെയധികം വിഭവങ്ങളുണ്ടായിട്ട് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാകേണ്ട ഒരു രാജ്യം ആ നേതൃത്വത്തിൻ്റെ വികലമായ സോഷ്യലിസ്റ്റ് ജൽപ്പനങ്ങൾ കൊണ്ട് തകർത്തെറിഞ്ഞ ഒരു സമൂഹം, അത് മയക്കുമരുന്നിലെ വ്യാപാരം കൂടെ നടക്കുന്ന ഒരു സംവിധാനമാണ്. അതിനെതിരായൊരു മൂവ്മെൻ്റ് എന്നുള്ള തലത്തിൽ ഞാനിതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. യെസ്, ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, അടുത്ത ലക്ഷ്യം കൊളംബിയ ആണെന്ന് കേൾക്കുന്നു. അതിന് പിന്നാലെ ക്യൂബയോ? യഥാർത്ഥത്തിൽ ഡോൺറോ ഡോക്ട്രിൻ എന്ന ഒരു പുതിയ ഡോക്ട്രിനാണ് ഡൊണാൾഡ് ട്രംപ് വിഭാവനം ചെയ്യുന്നത്. 200 വർഷം മുൻപ് 1823 മൺട്രോ ഡോക്ട്രിനെ ഒന്ന് പൊടിതട്ടിയെടുത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റുകളിൽ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക പ്രദേശങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ബാഹ്യ സ്വാധീനം ഉണ്ടായാൽ, മുൻകാലങ്ങളിൽ അത് കൊളോണിയലിസമാണ്, സ്പാനിഷ് പോർച്ചുഗീസ് കൊളോണിയലിസമാണ്, ഇന്ന് അത് ചൈനീസ് സ്വാധീനമാണ്. ആ പ്രദേശങ്ങളിലൊക്കെ ചൈനീസ് സ്വാധീനം വളരെ കൂടുതലാണ്. വെനിസ്വേലയുടെ കച്ചവടം 80% എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. അങ്ങനെ വൈദേശിക ശക്തികൾ ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ ചെറിയ രീതിയിലെങ്കിലും സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് അസ്വീകാര്യമാണ്. തങ്ങൾ ബലപ്രയോഗത്തിലൂടെ തന്നെ അതിനെ കൈകാര്യം ചെയ്യും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അതുകൊണ്ട് നാളെ കൊളംബിയയിലേക്ക് ഇതേ കാരണം പറഞ്ഞുകൊണ്ട് ഡ്രഗ് കാർട്ടലുകളുടെ ലോക തലസ്ഥാനം എന്ന് പറയുന്നത് കൊളംബിയയാണ്. അതുപോലെ ക്യൂബയിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് സദ്ദാം ഹുസൈനെതിരെ പറഞ്ഞ കാരണം എന്താണ്? വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ജൈവായുധങ്ങളുണ്ട്, രാസായുധങ്ങളുണ്ട്, ലോകം മുഴുവൻ നശിപ്പിക്കും. അവസാനം സദ്ദാം ഹുസൈനെ പിടികൂടി വിചാരണ ചെയ്ത് വധിച്ചു. രാസായുധവും ജൈവായുധവും ഒന്നും തന്നെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതുപോലെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു അവസരം. ഇവിടെയാണ് ലോകം കണ്ണു തുറന്ന് പ്രവർത്തിക്കേണ്ടത്. ശ്രീ കൃഷ്ണരാജ്, നാളെ ദുർബലമായ ഏതെങ്കിലും രാജ്യത്തിന് നേരെ റഷ്യ ആകട്ടെ, ചൈനയാകട്ടെ, വേറെ ഏതെങ്കിലും രാജ്യമാകട്ടെ കടന്നു കയറിയാൽ ഇതേ തത്വമനുസരിച്ച് എന്തു ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് ഫ്രീ ഫോർ ഓൾ എന്ന നിലയിലാണ് എല്ലാ രാജ്യങ്ങളുടെയും ഫോറിൻ പോളിസി. റിയലിസ്റ്റിക്കാണ്. ഹാൻസ് ജെ മോർഗൻതോ പറയുന്നത് പോലെ നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പവർ, ഈ രണ്ട് കാര്യം, ദേശീയ താല്പര്യവും അധികാരവും ശക്തിയുമാണ് വിദേശ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഏത് രാജ്യത്തിനാണോ കൈക്കരുത്തുള്ളത്, നല്ല സൈനിക സന്നാഹമുള്ളത്, ആ രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് നേരെ
കടന്നുകയറ്റം നടത്തും. നോക്കൂ, ഹിറ്റ്ലർ എന്താണ് ചെയ്തത്? 1930-കളിലും 40-കളുടെ ആദ്യവും ചെയ്തത് മറ്റ് അയൽ രാജ്യങ്ങൾക്ക് നേരെ കടന്നു കയറിയപ്പോൾ അത് ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ചില രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ മാറി നിന്നു. അവസാനം അത് രണ്ടാം ലോക സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇടപെടുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, പക്ഷേ ഹിറ്റ്ലർ അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അത് അമേരിക്കൻ ഐക്യനാടുകളുടെ ആരംഭത്തിൽ അവരുടെ രാഷ്ട്രസ്ഥാപന വേളയിൽ 13 സംസ്ഥാനങ്ങളുടെ യൂണിയനായിരുന്നു അമേരിക്കൻ ഐക്യനാടുകൾ അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇന്ന് ആ സ്ഥാനത്ത് 13 50 വർദ്ധിച്ചിരിക്കുന്നു. അതാണ് അവരുടെ പതാകയിൽ 50 നക്ഷത്രങ്ങളുള്ളത്. അവയുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത. ഐസ്ലാൻഡ് ഉൾപ്പെടെ പല പ്രദേശങ്ങളുടെ രാജ്യങ്ങളുടെ മേലും ഡൊണാൾഡ് ട്രംപ് കണ്ണുവച്ചിട്ടുണ്ട്. ട്രംപ് എന്നുള്ള പേര് നമ്മൾ പറയുന്നതേ ഉള്ളൂ, അമേരിക്ക കണ്ടുവച്ചിട്ടുണ്ട്. നാളെ ട്രംപ് മാറി മറ്റൊരാൾ വന്നാലും അമേരിക്കയുടെ നയത്തിലും നിലപാടിലും മാറ്റം വരും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഒരു എക്സ്പാൻഷനിസ്റ്റ് ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ടല്ലോ. അലക്സാണ്ടർ മുതൽ ഇങ്ങോട്ട് നെപ്പോളിയൻ, എല്ലാവരും, അല്ലെങ്കിൽ ഹിറ്റ്ലർ വരെ, എല്ലാവർക്കും ഒരു ലോകാധിപത്യം അവരുടെ സ്വപ്നമായിരുന്നു. ലോകാധിപതിയാണ് അമേരിക്ക ഇന്ന് പല കാരണങ്ങളിലും. ആ ആധിപത്യം അരക്കിട്ടുറപ്പിക്കുന്നതിനുള്ള വളരെ നികൃഷ്ടമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ ഇന്ന് മഡറോയ്ക്കെതിരെ അമേരിക്ക സ്വീകരിച്ച നടപടികളെ എനിക്ക് കാണാൻ കഴിയൂ. യെസ്, അമേരിക്കയുടെ സാമ്രാജ്യത്വ സ്വപ്നം നടപ്പിലാക്കുന്നതിനൊപ്പമല്ല ഞങ്ങൾ. അമേരിക്കയുടെ ലോക പോലീസ് ചമയലിനെ ഒരിക്കലും അംഗീകരിക്കുന്നുമില്ല. അതേസമയം വെനിസ്വേലയെ കുട്ടിച്ചോറാക്കിയ, ദുർഭരണത്തിലൂടെ അധപ്പതനത്തിലേക്ക് തള്ളിയിട്ട മഡിയൂറോയ്ക്കൊപ്പവുമല്ല. ഞങ്ങൾ അവിടുത്തെ അനാഥരായ മനുഷ്യർക്കൊപ്പമാണ്, അവരുടെ മനുഷ്യാവകാശങ്ങൾക്കൊപ്പമാണ്. അവിടെ നിന്ന് കുടിയേറിപ്പാർക്കാൻ പലായനം ചെയ്ത 80 ലക്ഷത്തോളം പാവം മനുഷ്യർക്കൊപ്പമാണ്, അവരുടെ ചിന്തകൾക്കൊപ്പമാണ്.